ബഹുമാനായ ഈ ജില്ലയുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ജോണി ബാബാനും ഇതിലുള്ള ഓഫീസർമാരുടെ സെക്രട്ടറി ശ്രീ മുമ്പറിയുക ശ്രീ സ്റ്റീഫൻ ജോർജ് ശ്രീ ചൂണ്ടൽ സെബാസ്റ്റ്യൻ ചൂണ്ടൽ ശ്രീ ജോർജ് പി അഗസ്റ്റിൻ ബഹുമാനായ കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് ഇന്ന് രാവിലെ ആയിരുന്നു. ഇന്നിപ്പം മലപ്പുറം നമ്മൾ പോവുകയാണ്. നാളെ നമ്മൾ പാലക്കാട് കൊടുക്കും, തൃശ്ശൂരും എറണാകുളം ഒക്കെ കഴിഞ്ഞു. നാളത്തെ കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴയും അതിന്റെ പിറ്റേ ദിവസം പത്തനംതിട്ടയും കഴിയുമ്പോൾ ഈ 14 ജില്ലയിലേക്കുള്ള ജില്ലാ ജനറൽ ബോഡി നമ്മുടെ ലോക്സഭയ്ക്ക് ശേഷം കൂടിയ ഈ ജനറൽ ബോഡി അവസാനിക്കും. കരാറിൽ ഒപ്പിട്ടു, ഇന്ത്യ ഒപ്പിട്ടു. ഖനനം നടക്കാൻ പോകുന്നത് ഇനി ഏറ്റവും കൂടുതൽ കടലിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മത്സ്യബന്ധനം മാറ്റിവെച്ച് ഇനി മത്സ്യത്തൊഴിലാളികൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചു. രാജ്യസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന കടലിന്റെ മക്കൾ കടലവകാശ നിയമം പാസ്സാക്കണം. ആ നിയമം പാസ്സാക്കുമ്പോൾ ചില നിബന്ധനകളൊക്കെ വരാൻ ആയിക്കോട്ടെ. അത് ഏതിന്റെ മാതൃകയിൽ വേണം? 2008 ഒരു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കൊണ്ടുവന്നു. അതെന്താണ് ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്? ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറയുന്നത് വനസംരക്ഷണ നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമം ആർക്ക് വേണ്ടിയാണ്? വനത്തിലുള്ള ജീവികൾക്ക് വേണ്ടി, വന്യമൃഗത്തിന് വേണ്ടി, അവിടെയുള്ള വൃക്ഷങ്ങൾക്ക് വേണ്ടി. അപ്പൊ എന്ത് പറ്റി? അവിടെ ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന ഷെഡ്യൂൾ ട്രൈബ്സ്, ആദിവാസികൾ പുറത്തു പോകേണ്ടി വന്നു. പാട്ടപ്പാടിയിലുണ്ടല്ലോ, അല്ലെങ്കിൽ പല പ്രദേശങ്ങളിൽ നമുക്ക് കാണാം, കോഴിക്കോടുണ്ട്. അവിടെയുള്ള ആദിവാസികൾ വനത്തിന്റെ പുറത്തേക്ക് വരണം എന്നുള്ള നിയമമായി. അവിടെയുള്ള വനത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് എടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു നിയമമായി. അപ്പോൾ ആ നിയമത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ആദിവാസികൾ അകത്ത് താമസിക്കാം. അതേ മാതൃകയിൽ നമുക്ക് ഈ തീരദേശത്തുള്ളവർക്ക് കടലിന്റെ മക്കൾ കടലാവകാശം വേണം എന്ന് കേരള കോൺഗ്രസ് നമ്മൾ വാദിച്ചു കഴിഞ്ഞപ്പോൾ ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കാര്യത്തിൽ ഞങ്ങളും കൂടി അസോസിയേറ്റ് ചെയ്യുന്നു എഴുതി കൊടുക്കുകയുണ്ടായി.